കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. മലയാളികളായ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കാൻ പോയിട്ടുള്ളത്. അവരുടെ സുരക്ഷയെപ്പറ്റിയും ആശങ്ക ഉയർത്തുന്നതാണ് ഈ കൊലപാതകം. ഇപ്പോൾ അന്വേഷണം ഏൽപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉറപ്പുവരുത്തണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷം പല രക്ഷിതാക്കളുടെയും മനസ്സിൽ വലിയ ആശങ്കയുണ്ട്. കാരണം കുട്ടികൾ പഠിക്കാൻ പോകുന്നു, അതിനുശേഷം എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആശങ്കകളുണ്ട്. അപ്പോൾ ആ ആശങ്കകൾ അത് ദൂരീകരിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഇനിയൊരു സംഭവം ആവർത്തിക്കാൻ പാടില്ല. അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നടന്ന സംഭവത്തിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഇനി ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാൻ ആരും മുതിരാതിരിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ അന്വേഷണം ഏൽപ്പിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് ഏറെ പരിമിതികളുണ്ട്. കേരളത്തിന് പുറത്ത് അവർക്ക് യാതൊരു അധികാരവുമില്ല. അപ്പോൾ വിദേശ രാജ്യത്ത് നടന്ന ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ പ്രാഥമിക അന്വേഷണം അടിയന്തരമായിട്ട് നടത്തി ഇതിൻ്റെ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധപ്പെട്ട ഏജൻസികളെ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ കുറ്റകൃത്യം നടത്തിയ ആൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ആ നടപടികൾക്ക് നേതൃത്വം നൽകണം, അതിന് മുൻകൈയെടുക്കണം എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. സാവരികൾക്കുണ്ടായിട്ടുള്ള ഈ ദുഃഖകരമായിട്ടുള്ള കാര്യം, ദാരുണമായിട്ടുള്ള ഈ തരത്തിലുള്ള അനുഭവം അത് മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞങ്ങളെല്ലാവരും. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ K. സോമൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.